ഹായ് ഫ്രണ്ട്സ്, മല്ലു ട്രാവൽ റെക്കോർഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളായ മൂന്നാർ റൂട്ട് 1, റൂട്ട് 2-ൽ നമ്മൾ കണ്ടത് ടോപ്പ് സ്റ്റേഷനും കാന്തല്ലൂർ വരെയുള്ള കാഴ്ചകളാണ്. ഇന്നത്തെ എപ്പിസോഡായ റൂട്ട് 3-ൽ നിങ്ങൾ കാണാൻ പോകുന്നത് മൂന്നാറിൽ നിന്നും ചതുരംഗപ്പാറ വരെയുള്ള കാഴ്ചകളാണ്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അനുസരിച്ച് ആദ്യം സിഗ്നൽ പോയിൻ്റാണ് കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ പാസ് ചെയ്താണ് പോകുന്നത്. വൈകുന്നേരം അവിടെ DJ-യും ലൈറ്റ് ഷോ ഉണ്ട്, അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കയറാം. ഇതാണ് സിഗ്നൽ പോയിന്റ്. ഇവിടെ നിന്നാൽ മൂന്നാർ വാലി, ആനമുടി ഹിൽസ്, മനോഹരമായ തേയിലത്തോട്ടങ്ങളും കാണാം. അതുമല്ല, ഇതൊരു സൺറൈസ് വ്യൂ പോയിന്റ് ആണ്. അടുത്ത് നമ്മൾ ഇഡ്ലി ഹിൽസ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. മൂന്നാർ ടൂറിസം പോസ്റ്ററിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചൊക്കനാട്ടിലെ എസ്റ്റേറ്റാണ് ഇഡ്ലി ഹിൽസ്. ഈ കുന്നുകൾ ഇഡ്ലി ആകൃതിയിലുള്ള ഉയരങ്ങൾ കാരണം ഇഡ്ലി ഹിൽസ് എന്ന് അറിയപ്പെടുന്നു. ഇത് ദേവികുളം ടോൾ പ്ലാസയാണ്, ഇപ്പോൾ പ്രവർത്തനമില്ല. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഗ്യാപ്പ് റോഡിൽ കൂടിയാണ്. ഇത് ലോക്ഹാർട്ട് ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ്. ചതുരംഗപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ ഏറ്റവും ഭംഗി കൂടിയ വ്യൂ പോയിന്റാണിത്. ഈ കാണുന്നത് ലോക്ഹാർട്ട് ടീ പാർക്ക്. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ. പോകുന്ന വഴിയിൽ മഞ്ഞ് മൂടുന്നത് കണ്ടു നിർത്തിയതാണ്. അടുത്ത് മലയിൽ കള്ളൻ ഗുഹ കാണാനാണ് പോകുന്നത്. രണ്ട് പാറകൾക്കിടയിലുള്ള ത്രികോണാകൃതിയിലുള്ള ഗുഹയാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഈ ഗുഹയിൽ താമസിച്ചിരുന്ന കുപ്രസിദ്ധ കള്ളനായ തങ്ങയന്റെ പേരിലാണ് ഈ ഗുഹ അറിയപ്പെടുന്നത്. അകത്തിരുട്ടായതിനാൽ ഫ്ലാഷ് ലൈറ്റോ മൊബൈൽ ഫോൺ ലൈറ്റോ ഉപയോഗിക്കുക. (1954) MGR അഭിനയിച്ച മലൈക്കള്ളൻ എന്ന സിനിമയുടെ ചിത്രീകരണ ലൊക്കേഷൻ കൂടിയായിരുന്നു ഈ ഗുഹ. ഇത് റോക്ക് കേവിന്റെ അടുത്തുള്ള വ്യൂ പോയിന്റ് ആണ്.
ഇത് പെരിയ കനാൽ വാട്ടർഫോൾസ്. ഇതാണ് ആനയിറങ്ങൽ വ്യൂ പോയിന്റ്. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെ കാണാൻ കഴിയും. ഇതിന്റെ ഒരു വശത്ത് വനവും മറുവശത്ത് ടീ പ്ലാന്റേഷനുമാണ്. അടുത്ത് നമ്മൾ ആനയിറങ്ങൽ ഡാം കാണാനാണ് പോകുന്നത്. പന്നിയാർ ഹൈഡൽ പ്രോജക്റ്റിന്റെ കീഴിൽ നിർമ്മിച്ച ഡാമാണ് ആനയിറങ്ങൽ ഡാം. ഈ ഡാം 1960കളിലാണ് നിർമ്മിച്ചത്. ഈ അണക്കെട്ടിൽ ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്നതിനാൽ ആനയിറങ്ങൽ ഡാം എന്ന പേര് ലഭിച്ചു. ഇതിന്റെ ഒരു വശത്ത് വനവും മറുവശത്ത് ടീ പ്ലാന്റേഷനുമാണ്. ഇതാണ് ഡാമിന്റെ ഉൾഭാഗം. ഡാമിന്റെ ഉള്ളിൽ ശേഖരിക്കുന്ന ജലത്തിന്റെ ഉയരം അളക്കാനുള്ള സ്കെയിലുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഡാമിലെ ബോട്ട് സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു അടുത്ത ചതുരംഗപ്പാറയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് സ്പൈസ് ഗാർഡൻ കൂടി കണ്ടിട്ട് പോകാം. ഈ ഫാമിൽ ഏലക്കയും കുരുമുളകുമാണുള്ളത്. ഈ കാണുന്ന ലിസ്റ്റിലെ എല്ലാം ഇവിടെ ലഭ്യമാണ്. ഈ പോകുന്ന വഴിയുടെ രണ്ട് വശത്തും നിങ്ങൾക്ക് ഏലക്കത്തോട്ടം കാണാം. ഇപ്പോൾ പൂപ്പാറ ടൗണിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചതുരംഗപ്പാറയിലെത്തി. കാർ പാർക്കിംഗ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകാം. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ പാർക്കിൽ ഒരു കാറ്റാടി യന്ത്രം കാണാം. അടുത്ത കുന്നിലാണ് ബാക്കിയുള്ള എല്ലാ കാറ്റാടി യന്ത്രങ്ങൾ. അത് കാണാൻ പോകുന്നതിന് മുമ്പേ ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് പോവാം. ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ കാറ്റാടി യന്ത്രങ്ങളും ഈ പർവ്വത നിരകളും താഴ്വാരങ്ങളും പിന്നെ സൺറൈസും സൺസെറ്റുമാണ്.
അടുത്ത് നമുക്ക് ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താൻ. ഇതൊരു ഓഫ് റോഡ് വഴിയാണ്, അതുകൊണ്ട് ജീപ്പിലോ അല്ലെങ്കിൽ നടന്നോ മുകളിലെത്തണം. ജീപ്പ് ഒരു ട്രിപ്പിന് 600 രൂപയാണ്. ഇതെല്ലാം പ്രൈവറ്റ് കാറ്റാടി യന്ത്രങ്ങളാണ്. ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്കാണ് നൽകുന്നത്. ഇത് കേടായ ഒരു വിൻഡ് ടർബൈൻ ബ്ലേഡാണ്. ഇതിന്റെ നീളം ഏകദേശം 50 മീറ്ററോളം ഉണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ ഗ്ലാസും എപ്പോക്സിയും കൊണ്ടാണ്. ഇതിന്റെ സ്റ്റെബിലിറ്റിക്കും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടി ബൽസ വുഡും ചേർക്കും. ഇവിടെ ശക്തമായി കാറ്റടിക്കുന്നുണ്ട്, കയറുമ്പോൾ സൂക്ഷിക്കുക. അങ്ങ് താഴെ കാണുന്ന തേനിയിലെ തോട്ടങ്ങളും തൊട്ടുരുമി നിൽക്കുന്ന കുന്നുകളും ശക്തമായി വീശുന്ന കുളിർക്കാറ്റും കുന്നുകളെ മൂടുന്ന മേഘങ്ങളും ഇതെല്ലാം കാണുമ്പോഴുള്ള വൈബ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലേ അത് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. മന്ത്രി നമ്മൾ തന്നെ രാജാവ്, ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ ഉയരത്തിൽ പറക്ക് ചെറിയ പുത്താലും. അടുത്ത് നമുക്ക് ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പോകാം. മഴ കഴിഞ്ഞു, ഇനി നമുക്ക് ഗാർഡൻ സന്ദർശിക്കാം. ഗാർഡന്റെ എൻട്രൻസിന് മുമ്പേ ആയി ഒരു ട്രീ ഹട്ട് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ്. ആദ്യം നമുക്ക് വ്യൂവിംഗ് ടവറിൽ കയറി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം. അടുത്ത് നമുക്ക് ഗാർഡനിലെ കാഴ്ചകൾ കാണാൻ പോകാം. ഇവിടെ ഫിഷ് പാർക്ക് ഉണ്ട്. ഗാർഡനുള്ളിൽ കയറുമ്പോൾ ആദ്യം നമ്മളെ ആനക്കുട്ടിയും കഥകളി വേഷവുമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ മലയണ്ണാന്റെ പ്രതിമ കാണാം. അതിനു മുമ്പിലായി ഹൃദയ ചിഹ്നത്തിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഫോട്ടോ ബൂത്ത് കാണാം. ഇവിടെ ഒരു കൊമ്പൻ നിൽപ്പുണ്ട്. കാട്ടുപോത്തിന്റെ പ്രതിമ. ഇത് അരിക്കൊമ്പന്റെ പ്രതിമയാണ്. നമുക്കിനി ഗാർഡനിലെ ലൈറ്റിംഗ് കാണാൻ പോകാം. ഇവിടെ എല്ലാവരും മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. Simba, Simba, Simba,
അടുത്ത DJ. Hi, good evening. The DJ show is going to start right now. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.